നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യത്തിന് തൽക്കാലം ആശ്വാസം പകർന്നുകൊണ്ട് ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായിരിക്കുകയാണ്. മാസങ്ങളായി തുടരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടത്തിനാണ് ഇതോടെ ഒരു ചെറിയ ഇടവേള കിട്ടുന്നത്. ഏതായാലും ഈ ഇടവേളയെ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് നിർണായകമായ പ്രഖ്യാപനം നടത്തിയത്. ഇസ്രായേലും ലെബനും തമ്മിൽ ചരിത്രപരമായ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി താൻ നേരിട്ട് സംസാരിച്ചതായും ഇരു നേതാക്കളും സമാധാനത്തിനായി വെടിനിർത്തലിന് സമ്മതിച്ചതായാണ് ട്രംപ് വ്യക്തമാക്കിയത്. പ്രഖ്യാപനം വന്ന് 6 മണിക്കൂറിനുള്ളിൽ, അതായത് വൈകുന്നേരം 5 മണിക്ക് വെടിനിർത്തൽ ഔദ്യോഗികമായി നിലവിൽ വരുമെന്നായിരുന്നു റിപ്പോർട്ട്. താൻ അധികാരമേറ്റ ശേഷം ലോകമെമ്പാടുമുള്ള 9 യുദ്ധങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു എന്നും ഇത് താൻ അവസാനിപ്പിക്കുന്ന 10ാമത്തെ യുദ്ധമാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപ് ഈ നിർണായകമായ പ്രഖ്യാപനവും അവകാശവാദങ്ങളും നിരത്തിയിരിക്കുന്നത്. ലോക സമാധാനത്തിനായുള്ള ഈ നീക്കം വലിയൊരു ബഹുമതിയായാണ് കാണുന്നതെന്നും ട്രംപ് പറയുന്നുണ്ട്. ഏതായാലും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷാവസ്ഥയിലേക്ക് താൽക്കാലികമായി എങ്കിലും ഒരു ശമനമുണ്ടാക്കാൻ ഈ 10 ദിവസത്തെ വെടിനിർത്തൽ സഹായിക്കുമെന്നാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ. ഇരു രാജ്യങ്ങളിലെയും തലവന്മാരുമായി നടത്തിയ ചർച്ചകൾ തികച്ചും ക്രിയാത്മകമായിരുന്നു എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ നിർണായകമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ നീക്കം. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു എങ്കിലും ഇറാനുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. ഇറാന്റെ പ്രധാന തുറമുഖങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം തുടരുമെന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ നിലപാടുകളിൽ മാറ്റം വരുത്താൻ ഈ സമ്മർദ്ദം അത്യാവശ്യമാണ് എന്നാണ് വൈറ്റ് ഹൌസിന്റെ വിലയിരുത്തൽ. അതേസമയം ഈ നയതന്ത്ര നീക്കത്തിൽ പാകിസ്ഥാൻ ഒരു പ്രധാന മധ്യസ്ഥന്റെ റോളിൽ പ്രവർത്തിക്കുന്നുണ്ട്. യുദ്ധം കാരണം ഹോർമൂസ് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങൾ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെയും ജെറ്റ് ഫ്യൂവൽ എന്നിവയുടെയും വില വർദ്ധിക്കാൻ കാരണമായിരുന്നു. ഈ വെടിനിർത്തൽ കരാറിലൂടെ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ഇന്ധന വില കുറയ്ക്കാൻ സാധിക്കുമെന്നും വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ലെബനിലെ ഹിസ്ബുള്ള വിഭാഗം ഈ കരാറിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇപ്പോഴും ഒരു അനിശ്ചിതത്തിലാണ്. കാരണം അവർ എങ്ങനെ പ്രതികരിക്കും എന്നത് ഒരു കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണോ അതോ ഇതിനൊപ്പം നിൽക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക നിഴലിക്കുന്നു എന്നതാണ് വാസ്തവം. എന്തായാലും സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും മേഖലയിലെ സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയിലാണ്. വരും ദിവസങ്ങളിൽ ചർച്ചകൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അതെന്താണെന്ന് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.